നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ പറയുന്നു, അതാണ് റാപ്പിഡ് ഫെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തെപ്പറ്റി, അതിൻ്റെ പരാതികളെപ്പറ്റിയും അല്ലെങ്കിൽ അതിനെ പ്രശംസിച്ചുകൊണ്ടായാലും പറയാനൊരു വേദിയില്ല എന്നുള്ളതായിരുന്നു ഇത്രയും കാലത്തൊരു പ്രശ്നം. ആ ഒരു വേദി ഒരുക്കുകയാണ് റാപ്പിഡ് ഫെയറിലൂടെ. ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഗാഡ്ജറ്റുകളുടെയും അതുപോലെ തന്നെ ഹോം അപ്ലയൻസുകളുടെയും ഷോറൂമുകളുടെ ശൃംഖല എന്ന് വിളിക്കാവുന്ന മൈജിയാണ്. മൈജി ഫ്യൂച്ചർ ഷോറൂമുകളും കേരളത്തിലുടനീളം 150ഓളം എണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തും തീർച്ചയായിട്ടും ഒരു മൈജി അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം ഉണ്ടാകും. ഇപ്പോൾ മൈജിയിലൊരു പുതിയ വിശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ എസ് സീരീസിൻ്റെ ഒരു പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീരീസ് വന്നപ്പോൾ തന്നെ AI-യുടെ അനന്ത സാധ്യതകളായിരുന്നു അതിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാളൊക്കെ വലിയ നിങ്ങളുടെ ജീവിതം വളരെ ഈസി ആക്കുന്ന രീതിയിലുള്ള AI ഫീച്ചേഴ്സാണ് വരാൻ പോകുന്നത്. ക്യാമറയിലും കാര്യമായ അപ്ഡേഷൻ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഏറ്റവും പുതിയ എസ് സീരീസിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 5000 രൂപയുടെ ഓഫേഴ്സാണ് നിങ്ങൾക്ക് ആ ഫോണിൻ്റെ കാര്യത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ മൈജിയുടെ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ എസ് സീരീസ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഉടമയാകാനും പറ്റും. അതോടൊപ്പം തന്നെ 5000 രൂപയുടെ ഓഫേഴ്സ് സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ നമുക്കിനി ഇന്നത്തെ റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യമായിട്ടൊരു BYD E-Max 7 പ്രത്യക്ഷപ്പെടുകയാണ്. എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു 7 സീറ്റർ വാഹനമാണ്. അത് ഇതിനു മുമ്പുണ്ടായിരുന്ന E6 എന്ന് പറയുന്നത് 5 സീറ്റർ ആയിരുന്നെങ്കിൽ ഇത് 7 സീറ്റർ എന്ന് മാത്രമല്ല, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. തന്നെയല്ല, ഗംഭീരമായ റേഞ്ചാണ് കമ്പനി പറഞ്ഞിരുന്നത്. നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ സത്യമാണോ, എന്തൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്ന ആളുടെ നിരീക്ഷണങ്ങൾ എന്നാണ് ചോദിക്കാൻ പോകുന്നത്. നമസ്കാരമാണ്. പേര്? ഹർഷൻ. എന്ത് ചെയ്യുന്നത് ഹർഷൻ? ഞാൻ ബിസിനസ്സാണ്. എന്താണ് ബിസിനസ്? നമ്മൾ റബ്ബർ പ്രൊഡക്ട്സ് ആണ്. എന്ന് പറഞ്ഞാൽ റബ്ബർ ബാൻഡ് അങ്ങനെയൊക്കെയാണോ? റബ്ബർ ബാൻഡ് അല്ല, ഗ്യാസ്കറ്റ്സ്, ഓറിങ്സ്, ബുഷ്. ശരി. എവിടെയാ സ്ഥലം? നമ്മുടെ സ്ഥലം പ്രോപ്പറായിട്ടുള്ള ആലുവ UC കോളേജിനടുത്ത്. അവിടെ. അപ്പോൾ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രയുണ്ടോ? യാത്രയുണ്ട്, കുഴപ്പമില്ലാണ്ട് യാത്രയുണ്ട്. കേരളത്തിൽ തന്നെ, പുറത്തോട്ട് കുറവാണ്. അപ്പം ഇതിനു മുമ്പ് ഏത് വണ്ടി ഉപയോഗിച്ചിരുന്നത്? ഇതിനു മുമ്പ് വോക്സ്വാഗൺ. ഏത്? വെൻഡോ വിറ്റിട്ടാണോ ഇതിലേക്ക് വന്നത്? ആണോ? അപ്പം വെൻഡോയിൽ നിന്ന് ഒരു ഇലക്ട്രിക്കിലേക്ക് ഒരു ചാട്ടമായിരുന്നു അല്ലേ? സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയൊക്കെ ചാടുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള മഹീന്ദ്ര അല്ലെങ്കിൽ ടാറ്റയൊക്കെയാണ് പൊതുവെ ആൾക്കാർ വാങ്ങിക്കാറുള്ളത്. എന്താണ് BYDയിലേക്ക് എത്താനുള്ള ഒരു കാരണം? ആക്ച്വലി നമ്മളൊരു 2 കൊല്ലത്തോളമായി വണ്ടി ഒന്ന് സ്വിച്ച് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണത്. എല്ലാ ബ്രാൻഡുകളും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ നമുക്കൊരു വോക്സ്വാഗൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് EV-ലോട്ട് സ്വിച്ച് ചെയ്ത് വിടാന്ന് ആലോചിച്ചത്. മഹേന്ദ്ര, ടാറ്റ ഇതൊക്കെ കണ്ടു. പക്ഷെ എല്ലാവരും പറയണ സർവീസ് കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നിയതുകൊണ്ട് പിന്നെ BYDനെ കുറിച്ച് നല്ല അഭിപ്രായം കേട്ടു. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് BYD ചൂസ് ചെയ്യാൻ. അപ്പോൾ BYD ഉപയോഗിച്ചിരുന്ന ആരെങ്കിലോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു? ഇല്ല, നമുക്ക് തീരുമാനിക്കായിരുന്നു. പിന്നെ ഫാദർ ചൈനയിൽ ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ BYD ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു റിവ്യൂ കിട്ടി. എത്ര രൂപയായത് ഓൺ-റോഡ്? 33 ലാക്സിന് വെർത്താണോന്ന് ചോദിച്ചാൽ എന്ത് പറയും? വെർത്താണ്. അപ്പോൾ EV സെഗ്മെന്റിൽ പറഞ്ഞ റേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. എത്ര വരെ റേഞ്ച് കിട്ടിയിട്ടുണ്ട് മാക്സിമം? നമുക്ക് അത് ഡിപ്പെൻസ് ഓൺ ഡ്രൈവിംഗ് ആണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 480-500 എന്തായാലും കിട്ടും. 500 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബ്ലേഡ് ബാറ്ററി എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അതുകൊണ്ട് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് കിട്ടുന്ന ഒരു ബാറ്ററിയാണ്. ഇപ്പോൾ മാരുതിയുടെ പുതിയ വാഹനം, ഇലക്ട്രിക് വാഹനം ആദ്യമായിട്ട് വരാൻ പോകുന്നതിലും BYD ആണ് ബാറ്ററി കൊടുത്തിരിക്കുന്നതാണ് പ്രത്യേകത. എങ്ങനെയാണ് ഡ്രൈവിങ്ങിൻ്റെ പൊതുവേ നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്? ഇപ്പോൾ സ്പീഡിൽ പോക്കാണോ പതുക്കെ പോക്കാണോ? അല്ല, ഒരു നോർമൽ ഇടക്ക് റഫ് ആയിട്ട് ഓടിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു 450 ഒരു ആ റേഞ്ചിൽ കിട്ടും. എങ്ങനെയായാലും 450 അടുത്തുണ്ട് അല്ലേ? അതുണ്ട്. അതൊരു ഭയങ്കര ഗംഭീര റേഞ്ച് അല്ലേ? സർവീസ് ആവണുള്ളൂ. അപ്പം അപ്പാർട്ട് ഫ്രം റേഞ്ച് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ? ഡ്രൈവിംഗ് കംഫർട്ടാണ്. ബോഡിക്ക് നല്ല വെയിറ്റും ഹെവിനെസ്സും ആയതുകൊണ്ട് നല്ലൊരു കംഫർട്ടായിട്ട് ട്രാവൽ, ലോങ് ആണെങ്കിലും വയസ്സായവർക്കാണെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോക്സ്വാഗൺ പോലുള്ള ഒരു ജർമ്മൻ വാഹനത്തിൽ നിന്നും മറ്റൊരു വണ്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യാവുന്നത് ബിൽ ക്വാളിറ്റി കുറവാണല്ലോ എന്നൊക്കെയുള്ള കാര്യം. അതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല ബിൽ ക്വാളിറ്റി, നല്ല ഹെവിനെസ്സും ഡോറിലൊക്കെ ആണെങ്കിലും നല്ല ഫോക്സ്വാഗനെ പോലെ തന്നെ ഒരു ഫീൽ ചെയ്യാം. ഉണ്ട്. എത്ര ദൂരം വരെയൊക്കെ പോയിട്ടുണ്ടാവും ഇപ്പം എടുത്തിട്ട്? നമ്മൾ കേരളം, കൊല്ലം, ട്രിവാൻഡ്രം ഒക്കെ പോയി കഴിഞ്ഞു.
അപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പീഡിൽ ഒക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും സാധാരണ ഇതിൽ ഇലക്ട്രിക് വണ്ടികളുടെ പ്രശ്നം എന്ന് പറയുന്ന ഒരു വെയ്റ്റ്ലെസ്നെസ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. അത് ഇതിനുണ്ടോ? ഇല്ല. നല്ല ഗ്രിപ്പും നല്ല ഇതും നല്ല സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല സ്മൂത്ത് ആൻഡ് കംഫർട്ടും ആണ്. ബ്രേക്കിങ്ങും എഫിഷ്യൻ്റ് ആണ്. ബ്രേക്കിംഗ് എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ ചാർജിങ് എങ്ങനെയാണ്? പൊതുവെ വീട്ടിലാണോ ചെയ്യാറുള്ളൂ അതോ വെളിയിലാണോ? നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാറ്. സോളാർ വെച്ചിട്ടുണ്ട്. സോളാർ ഉണ്ട്. പിന്നെ അപ്പോൾ ഫുൾ ഫ്രീ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി അല്ലേ? എത്ര നേരം എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആകാൻ? വീട്ടിലാണെങ്കിൽ ഒരു 9 hours 10 hours. രാത്രി കൊണ്ടൊന്ന് കുത്തിയിട്ട് രാവിലെ ഫുൾ ചാർജിൽ പോകാം. എനിക്കൊന്ന് സാധാരണ ഒരു ഓട്ടോ ഒക്കെ ഉള്ളെങ്കിൽ എനിക്ക് ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ ഓടിച്ചോണ്ട് നമ്മളിപ്പോ സിറ്റി ഡ്രൈവ് ആണ് കൂടുതൽ. ആലുവന്ന് വിട്ട് പോണില്ലെങ്കിൽ എല്ലാ സൺഡേസാണ് ചാർജ് ചെയ്യാറ്. സൺഡേസ് മാത്രം മതി. അത് ശരി. എന്തൊക്കെയായാലും ഈ ഇന്റീരിയർ കംഫർട്ടിൻ്റെ കാര്യത്തിലും BYDയുടെ വാഹനങ്ങൾ വളരെ മുന്നിലാണ്. പക്ഷേ ഈ E6ൻ്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടായിരുന്നത് ഫീച്ചേഴ്സ് ആയിരുന്നു. ഫീച്ചേഴ്സ് പൊതുവേ ഇല്ലായിരുന്നു. പക്ഷേ ഇതിൽ അതെല്ലാം കൂടെ തിക്കി നിറച്ച് കൊടുത്തിട്ടുണ്ട്. തന്നെയല്ല വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ. നമ്മളിത് ഇതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും അത് കണ്ടിട്ട് ബുക്ക് ചെയ്യാൻ ചെന്നു എന്നൊക്കെ എൻ്റെ ഡീലർഷിപ്പിൽ നിന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും മനോഹരമായ ഇൻറ്റീരിയറാണ്. പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ചൈനയുടെ ഒരു ദേശീയ കമ്പനിയാണിത്. അതുകൊണ്ട് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം BYD എത്രത്തോളം വിൽപ്പനയുള്ള ഒരു വണ്ടികളാണ് അവരുടെ എന്നുള്ള കാര്യം. അപ്പം എല്ലാവരും ഹാപ്പിയാണ് വീട്ടിൽ വണ്ടി വാങ്ങിച്ചതിൻ്റെ പേരിൽ അല്ലേ? അപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കാൻ സമയമായോ? എന്താണ് നിങ്ങളുടെ ഒരു കണക്കൂടലെന്ത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ? ഒരു ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഇനി നെക്സ്റ്റ് ജനറേഷൻ സ്വിച്ച് ചെയ്യണത് EVയിലോട്ടാണ്. അപ്പോൾ പിന്നെ പൊല്യൂഷൻ കൺട്രോളും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ EVയിലോട്ട് സ്വിച്ച് ചെയ്യണം എൻ്റെ അഭിപ്രായം. അതാണ് തീർച്ചയായിട്ടും അതെ. അതുപോലെ നമ്മളിപ്പോൾ ദൂരെയൊക്കെ പോകുമ്പോഴത്തേക്കും ചാർജിങ് സെൻറ്റേഴ്സിലൊന്നും ഇതുവരെ പോയിട്ടില്ല അല്ലേ? 1-2 പോയിട്ടുണ്ട്. അതെല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു. എഫിഷ്യൻ്റ് ആണ്. നമുക്കൊരു 60 kW ചാർജിങ് സ്പീഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 1 hour 1.5 hours ഫുൾ ചാർജ്. 1 മണിക്കൂറിൽ ഫുൾ ചാർജ് ആകുകയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു സമയം കൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയൊരു കാര്യമുണ്ടോ ഇതിൽ? BYDയുടെ കേസല്ല, പൊതുവെ EV എന്ന് പറയുന്നത് ടയറില്ല സ്റ്റെപ്പിന്. അതൊരു നെഗറ്റീവായിട്ട് അതില്ല. അതായിട്ട് നെഗറ്റീവായിട്ടുള്ളൂ. പിന്നെ വരുന്നല്ലേ ഉള്ളൂ 5000 kilometers. ഇതുവരെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗവൺമെൻറ് പുതിയ നിയമം അനുസരിച്ച് എത്രയോ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ സ്റ്റെപ്പിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള എന്തൊരു നിയമം വന്നിട്ടുണ്ട്. അതാണ് അതിന് പകരം പങ്ക്ചർ റിപ്പയർ കിറ്റ് കൊടുത്താൽ മതി എന്നൊരു അങ്ങനെ ഒരു നിയമം വന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ലാഭമായിട്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് കാണുന്നുണ്ടെന്ന് വിചാരിച്ചാൽ മതി. എങ്ങനെയായാലും 10-15,000 രൂപയുടെ ലാഭമാണല്ലോ അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും കാണാനുള്ള ഭംഗിയുണ്ട്, സ്പേസ് ഉണ്ട്. നമുക്കൊന്ന് അതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ശ്യാമേ വാ. എനിക്കിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ കളറൊക്കെ ഗംഭീരമാണ്. നല്ല എലഗൻസാണ്. അതിൻ്റെ ഡാഷ്ബോർഡൊക്കെയാണല്ലോ നല്ല എലഗൻസാണ്. അപ്പം ഇതുപോലെ ഈ 7 പേരൊക്കെ ഇരുന്ന് പോയോ? 7 പേര് ഇരുന്ന് പോയിട്ടുണ്ട്. അധികം ലോങ് അല്ല, സിറ്റിയിലുള്ളിൽ. അപ്പോൾ തേർഡ് റോയിലും കുഴപ്പമില്ലെന്നാണോ? കുഴപ്പമില്ല വെച്ചാൽ ഒരു നല്ല ഹൈറ്റുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടാണ്. പിള്ളേർക്കാണെങ്കിൽ ഓക്കെയാണ്. തേർഡ് റോ സീറ്റും ഈ പറഞ്ഞ പോലെ കാല് നീട്ടി വെച്ച് വേണമെങ്കിൽ നടുക്കരാക്കി ഒരാൾക്കാണെങ്കിൽ അവിടെ അങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല. പിന്നെ 7 പേര് ഇരിക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പിന്നെ എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെയാണ്, അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ചൈനയിലേക്കൊന്ന് പോയി വന്നതാണ് ധൈര്യമായിട്ട് BYD എടുക്കാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? BYD ഈ പറഞ്ഞ പോലെ ഇപ്പം ടെസ്ലയൊക്കെ തോൽപ്പിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ EVകൾ വിൽക്കുന്ന കമ്പനിയായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ധൈര്യമായിട്ട് വാങ്ങിക്കുക എന്ന് തന്നെയല്ല, ഇവരുടെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും വാറണ്ടി ഗ്യാരണ്ടി അതുപോലെ പലരുടെ ഒരു ആശങ്കയുണ്ടല്ലോ, ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാലോ അത്ര ആശങ്കകളൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? അതൊന്നുമില്ല, അതൊക്കെ നടന്നോളൂ. കാരണം ഇതിൻ്റെ ലാഭം കാണുമ്പോൾ അല്ലേ, ഒന്ന് ബാറ്ററി മാറ്റിയാലും കുഴപ്പമില്ല, കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ ലാഭകരമാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിംഗ്. താങ്ക് യു. ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ. ഇനി നമ്മൾ കാണുന്നത് Volkswagen Jetta ഓണറിനാണ്. നമസ്കാരം. ഹായ്, പേര് അരുൺ. എന്ത് ചെയ്യുന്നവരുൺ? ആർക്കിടെക്റ്റ് ആണ്, പനമ്പള്ളിതാണ് ഓഫീസ്. എന്താണ് ഫേമിൻ്റെ പേര്? ഫേം അരുൺ K Fulgurant Plus Architects എന്നാണ് എൻ്റെ പേര് തന്നെയാണ്. വീടുകളൊക്കെയാണോ അതോ വലിയ ബിൽഡിങ്സ് ഒക്കെ? കൂടുതലും വീടുകളാണ്. അതെ. എന്താണ് പുതിയ ട്രെൻഡ് മലയാളികളുടെ വീടുകളുടെ കാര്യത്തിൽ? എന്തിനാ കണ്ടംപററി ആണോ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? ആക്ച്വലി ഞാനൊരു 14 years ഓഫ് പ്രാക്ടീസ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റഡ് ആയി ഇരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു നമ്മുടെ ഒരു ടൈംലെസ് ഡിസൈനെ കുറിച്ചുള്ള അതിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാർ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ കാണുന്നത്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് അതിൻ്റെ എല്ലാം കൂടി ഒരു മിക്സ്, അതൊരു
ഒരു നല്ലൊരു ഡിസൈനിലോട്ട് നമ്മളെ എത്തിക്കാൻ ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഒരുപാട് പേരും അത് എന്താ പറയുക ഒത്തിരി കാര്യങ്ങൾ കണ്ടതിൻ്റെ അല്ലേ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വരച്ച് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഡിസൈനിലോട്ട് എത്തിക്കാനുള്ള സ്ട്രഗിൾ ഭയങ്കരമായിട്ട് ഉള്ളൊരു സമയം ആക്ച്വലി. ഇതുപോലെ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതിന്റെ ഈ ടൈംലെസ് ബ്യൂട്ടിയാണിത് തീർച്ചയായിട്ടും അല്ലേ? അത് സെക്കൻഡ് ഹാൻഡ് എടുത്താണോ? സെക്കൻഡ് ഹാൻഡ് എടുത്തത് ഞാൻ ആക്ച്വലി പറയാം ഒരു സെക്കൻഡ് ഇല്ല തേർഡ് ആണ് പറയാം ആക്ച്വലി. പക്ഷേ എൻ്റെ മുന്നിൽ ഉപയോഗിച്ച് രണ്ടുപേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. 70,000 കിലോമീറ്റർ ഓടിയ സമയത്ത് ഞാൻ എടുക്കുന്നത് ആക്ച്വലി. ഇപ്പോൾ 1,77,000 ആയി. 1,00,000 കിലോമീറ്റർ കൂടുതൽ ഓടിച്ചു സ്വന്തമായിട്ട്? അതെ ഒരു 3 years ഉണ്ട് കേട്ടോ. സ്വന്തം എന്നല്ല, ഞാൻ ഓടിച്ചു, എൻ്റെ ജൂനിയേഴ്സ് ഓടിച്ച്, എൻ്റെ ഫ്രണ്ട്സ് ഓടിച്ച്. ഞാനിതിന് മുന്നേ ഒരു 5 years പോളോ TDI ഉപയോഗിച്ചാണ്. അപ്പം അത്യാവശ്യം മെയിൻ്റനൻസിനെ കുറിച്ച് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ നോക്കിയിട്ട് ഫസ്റ്റ് ഓണർ 23 ലക്ഷം രൂപയ്ക്ക് മേടിച്ച വണ്ടി എനിക്ക് കിട്ടി 8,42,000. എന്നാൽ ശരി, ഞാൻ ഒരു 3 ലക്ഷം 4 ലക്ഷം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ എനിക്ക് ഇതുവരെ ഞാൻ 2,60,000 രൂപയുടെ ഒരു മെയിൻ്റനൻസ് ആണ് ഈ 3 years വന്നത്. 1 lakh കിലോമീറ്റർ ഓടിക്കുകയും ചെയ്തു. പിന്നെ ഇത് എന്താ പറയുക, ഇപ്പോൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് എത്താൻ ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ട് ഏതാ, ഏറ്റവും പൊളിയായിട്ട് പോകാൻ പറ്റുന്ന വഴി ഏതാ, അങ്ങനെ ഞാൻ 2 ദിവസം മുന്നേ പോയത് നമ്മൾ മറ്റേ റാന്നി മലയോര ഹൈവേ വഴി പോയി. അതെ അതുവഴി പോകാനുള്ള ഒരു ഫീൽ ആക്ച്വലി. രാവിലെ 5 മണിക്ക് പോകണം ഞങ്ങൾക്ക് ഇവിടുന്ന്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റാണ് രാത്രി കിടന്നപ്പോഴേ ചിന്തിച്ച് രാവിലെ ഈ വഴിയെ പോകത്തുള്ളത്. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു എഞ്ചിനുമാണ്. ഇതിൻ്റെ ഒരു ഡൈനാമിക്സ് അതാണ്. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ ഇതിനകത്ത് ആക്ച്വലി ഒരു 60-70 ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്നത്, ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ കുറേ ചിന്തിച്ച് പതുക്കെ ഇങ്ങനെ പോകുന്ന ഒരു ഫീലില്ലേ, അത് എനിക്ക് എന്തോ ജസ്റ്റ് എനിക്ക് തോന്നുന്നു. ഞാൻ ഇനി എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് അത്രയധികം ഓർക്കാനുള്ള മൊമെൻറ്റ്സും നമ്മളല്ലേ ചിന്തിക്കാൻ കിട്ടുന്ന അത് എനിക്ക് ഫൈനലി ഇതിൻ്റെ ഒരു സ്പേഷ്യൽ ക്വാളിറ്റി ആണ്. ഇതിനകത്തുനിന്ന് വെളിയിലോട്ടുള്ള കാഴ്ച. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോൾ ഈ സ്പേസസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഈ 5 വർഷം ഞങ്ങൾ പഠിക്കുന്നത് ആക്ച്വലി. അപ്പം ഇതിനകത്ത് കിട്ടുന്ന ഒരു വോളിയം അത് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ചിന്തകളുമായിട്ടും എൻ്റെ വേഗതയായിട്ടും ഒക്കെ എനിക്ക് എന്തോ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ചയിലുള്ള രൂപത്തിലുള്ള ഇഷ്ടമാണോ? രൂപം ഇതിൻ്റെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ വണ്ടി പോകുന്നതും. അപ്പം ഞാൻ നോക്കിയത് ചില വണ്ടി ഇങ്ങനെ ഫ്രണ്ട് ശരിയാവും അല്ലെ പുറകു. അപ്പം ഇതിനെന്തോ ഒരു കോംബോ ആക്ച്വലി ഇതും പോളോയും. ഈ രണ്ട് കാരണം എന്തോ ഒരു പെർഫെക്റ്റ് ഒരു ടൈംലെസ്. ഇനി എത്ര വർഷം കഴിഞ്ഞാലും പിന്നെ വല്ലാത്തൊരു എന്താ പറയുക, നമ്മൾ പറയല്ലേ ഈ മലയാളത്തിൽ മട്ടും ഭാവം എന്ന് പറയത്തില്ലേ, ഒരു മരത്തിൻ്റെ തണലിൽ കിടക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത്, അല്ലെങ്കിൽ വളരെ വേഗതയിൽ പോകുമ്പോൾ ഉള്ള ഇത്. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ എൻ്റെ കാരണമല്ല, ഇതിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട് ആക്ച്വലി ഇത്. പിന്നെ ഇതിൻ്റെ പാസഞ്ചർ സീറ്റ് ഇതും പോളോ ആണെങ്കിൽ ആക്ച്വലി അത് അതിനകത്തിരുന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ പോകാൻ ഭയങ്കര എന്താണെന്നറിയില്ല ആക്ച്വലി. ഭയങ്കര ഒരു ഹോംലി ഫീലാണോ, ഇത്രയും സമയം അത് സ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. സേഫ്റ്റി ഫീൽ ഒക്കെ ഉണ്ടല്ലോ ഈ വണ്ടിക്ക്, അതെല്ലാം ഉണ്ടല്ലോ അല്ലേ? സേഫ്റ്റി പിന്നെ നമ്മളെങ്ങനെ പോയി ഇടിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഈ പറഞ്ഞതാണ് ഫോക്സ്വാഗൺ അല്ലെങ്കിൽ ജർമ്മൻ വാഹനങ്ങൾ ഉപയോഗിച്ചവർ പിന്നെ അതിൽ നിന്ന് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറഞ്ഞ പലതരത്തിലുള്ള ഫീലുകളുണ്ട് ഈ ഇത്തരം വണ്ടികൾ ഓടിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്, ഈ ജെറ്റ വിട്ടിട്ട് വേറൊരു വണ്ടിയിലേക്ക് പോയാലും ഇത്രയും ഒരു കംഫർട്ട് ലെവലും ഈ ഒരു ലുക്കും ഉള്ള വണ്ടികളില്ല എന്നുള്ളത് എന്നും ഒരു മനസ്സിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ആയിരിക്കും. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം കണ്ടതിൽ. അപ്പം ജെറ്റ ഓടിച്ച് നോക്കിയിട്ടില്ലാത്തവരൊന്നും ഓടിച്ച് നോക്കേണ്ട വാഹനമാണ് കേട്ടോ. ആ കിഡിലൻ വണ്ടിയാണ്. ഫോക്സ്വാഗണിൻ്റെ ആദ്യകാല വണ്ടികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജെറ്റ് പിന്നെ പസാറ്റുമാണ്. കിഡിലൻ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമ്മളിപ്പോൾ ഫോക്സ്വാഗൺ ജെറ്റയെ പറ്റി ഒരു ടൈംലെസ് ക്ലാസിക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരു ടൈംലെസ് ക്ലാസിക്കാണ് വാഗണാർ അല്ലേ? ഒരു വാഗണാറിൻ്റെ ഉടമയെ പരിചയപ്പെടാം. പേര് ഹരി. എന്ത് ചെയ്യുന്നു? മാത്സ് ടീച്ചറാണ്. എവിടെ? അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടാണ് ഞാൻ നടത്തുന്നത്. അപ്പോൾ എനിക്ക് ഐ ഹാവ് സ്റ്റുഡൻസ് അക്രോസ് ദ ഗ്ലോബ്. അപ്പോൾ ഓൺലൈൻ കംപ്ലീറ്റ്ലി ആണ്. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ വീടിൻ്റെ അകത്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ എനിക്ക് പച്ച വണ്ടി എന്ന് പറയുന്ന പോലെ അച്ഛൻ്റെ വണ്ടിയാണ്. എനിക്കായിട്ടൊരു വണ്ടിയില്ല. എത്ര വർഷം ഇപ്പോൾ ഇതിപ്പോൾ 2012 എടുത്ത വണ്ടിയാണ്. 12 വർഷമായി. 12 വർഷമായി. ഇപ്പോൾ ഏപ്രിൽ 13 വർഷമാവും. ഇതിന് ഇപ്പം ഇത്രയും വർഷമായെങ്കിലും ഒരു
80,000-85,000 കിലോമീറ്ററിനടുത്താണ് നിൽക്കുന്നത്. അത്രയും ഓട്ടം വരുന്നുള്ളൂ. അപ്പോൾ അച്ഛൻ ആരെയും ഏൽപ്പിച്ചത്? അച്ഛനെ ഓടിക്കത്തുമില്ല. ലൈസൻസ് ഒക്കെ ഉണ്ട്, ഓടിക്കുന്നുമില്ല. അല്ല, പണ്ട് ഓടിച്ചിട്ടില്ല? ഓടിക്കും, മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടും. അടുത്ത എവിടെയൊക്കെ പോകണമെങ്കിൽ പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ അച്ഛനങ്ങനെ എടുക്കാറില്ല. അത് ശരി. പക്ഷേ എങ്കിലും 12 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളെപ്പോലുള്ള ഈ ഒരു പ്രായത്തിലൊക്കെ ഉള്ളവർ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള വണ്ടികൾ ആഗ്രഹിക്കുന്നില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജോലി എന്ന് പറയുന്നത് മോസ്റ്റ്ലി വീടിൻ്റെ അകത്താണ്. പിന്നെ എൻ്റെ ഒരു മാസത്തിൻ്റെ ഒരു ഓട്ടം എന്ന് പറയുമ്പോൾ എങ്ങനെ നോക്കിയാൽ ഒരു 400-500 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിനൊരു പുതിയ വണ്ടി എടുക്കുന്നതിന് ഡസൻ മേക്ക് സെൻസ്. അതുകൊണ്ട് മാത്രം ഒരു വണ്ടി എടുക്കുന്നില്ല. വണ്ടികളോട് കമ്പമുണ്ട്, ഞങ്ങളുടെ പ്രോഗ്രാമും കാണാറുണ്ട്, എല്ലാ റിവ്യൂസും വൃത്തിയായിട്ടിരുന്ന് കാണും. പക്ഷെ ഒരു വണ്ടി എടുക്കാൻ ആവശ്യമില്ല എന്നൊരു തോന്നൽ വരും. എങ്കിലും ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഫാക്ടർ എന്താണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ? ഒന്ന്, മാരുതി എന്നുള്ള ബ്രാൻഡിന്റെ മെയിൻ്റനൻസ്. നമ്മൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ എയർ അടിക്കുന്നത് മാത്രമേ ഒരു മെയിൻ്റനൻസ് ആയിട്ട് നമ്മൾ കാണുന്നുള്ളൂ. കാരണം ഒരു വർഷം എടുക്കും ഒരു 6,000 കിലോമീറ്റർ ഒക്കെ ഓടി വരാൻ. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ സർവീസ് സെന്ററിൽ നിന്ന് വിളിച്ചിട്ട് സർവീസ് ആയിട്ടോ എന്ന് പറയുമ്പോൾ ഒന്ന് കൊണ്ട് ചെല്ലും. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ടെൻഷനില്ല. ഇപ്പോൾ നേരത്തെ ജെറ്റയുടെ റിവ്യൂയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനുണ്ട് വണ്ടി. അപ്പോൾ നമ്മളതിൻ്റെ സർവീസും ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ വരുന്ന സർവീസും എപ്പോഴും ടെൻഷനാണ്. ഒരു ടെൻഷൻ. പിന്നെ കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആണ് അതിൻ്റെ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു സെൻസർ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു കാണുന്നത്. ഇതിന് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ആകെ ഉള്ളത് ഇതിൻ്റെ ഓക്സിജൻ സെൻസർ ഒരിടയ്ക്ക് ഒന്ന് ചീത്തായി. അതിപ്പോഴും പോയേക്കോ, റിച്ച് ആയിട്ട് തന്നെ ഓടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ വഴി കിടക്കുന്നൊരു സിറ്റുവേഷൻ അതില്ല. അപ്പോൾ വണ്ടികൾ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞല്ലോ, വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിലും അടുത്ത കാലത്ത് കൊള്ളാം എന്ന് ശ്രദ്ധിച്ചൊരു വണ്ടി അതായിരിക്കും. ഇപ്പോൾ മാരുതിയുടെ തന്നെ വണ്ടികൾ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയി. പണ്ട് അവർ ഫീച്ചേഴ്സിലൊക്കെ ഒരുപാട് പുറകിലായിരുന്നു. കിയ, ഹ്യുണ്ടായി ഒക്കെ വന്ന് മാർക്കറ്റ് അടക്കി ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരിപ്പോൾ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുന്നതും സേഫ്റ്റിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോൾ ഇറങ്ങുന്നത് ബെലീനോ പറ്റിയ ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പോൾ ടേസർ എന്നുള്ള മോഡൽ വേറെ വന്നിട്ടുണ്ട്, മറ്റേ ടൊയോട്ടയുടെ. അപ്പോൾ അങ്ങനത്തെ മോഡൽസ് നല്ലതാണ്. പിന്നെ ഹൈക്രോസ് ഇപ്പോൾ എൻ്റെ റീസെൻ്റ്ലി ഒരു ഫാമിലി ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അതും അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ആ വണ്ടി എടുത്തത്. മാരുതി, ടൊയോട്ട ദേ ആർ പ്ലേയിങ് വെരി ഗുഡ്. പിന്നെ വാല്യൂ ഫോർ മണി നോക്കുമ്പം കിയനെ പിടിക്കാനും പറ്റുന്നത് അത്രയും ഫീച്ചേഴ്സ് ആവശ്യമില്ലാത്തതാണെങ്കിൽ കൂടിയും ഒരു പർച്ചേസർക്ക് അത് ഭയങ്കര ഓക്കെ, ഐ ഗോട്ട് സംതിങ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് അതിൽ ഒരു കാര്യം. നമ്മുടെ ക്ലൈമറ്റിന് ഇപ്പം സൺറൂഫ് മൂൺറൂഫ് ഒന്നും ഒരു ആവശ്യമില്ലെങ്കിൽ പോലും ആൾക്കാർക്ക് ഓക്കെ എൻ്റെ വണ്ടിയിൽ അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു തന്നെയല്ല. അതിനകത്ത് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ സംസാരിച്ചപ്പോൾ ഈ ഡീലർഷിപ്പിലെ ആൾക്കാരൊക്കെ പറയുന്നത് ഈ സൺറൂഫ് എന്ന് പറയുന്ന ഒരു വലിയ ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറി. കുട്ടികൾ വണ്ടി നോക്കാൻ വേണ്ടി അച്ഛന്മാരുടെ അമ്മമാരുടെ കൂടെ വരും, സൺറൂഫ് ഇല്ലെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് വാശി പിടിക്കുന്നു, അങ്ങനെ സൺറൂഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. അല്ല, എൻ്റെ ഫ്രണ്ട്സ് സൺറൂഫ് ഉള്ളവരാരും അത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ അതിൻ്റെ ബ്ലൈൻഡ്സ് മാത്രം തുറന്നിട്ടാൽ പോലും നമ്മൾ ഇവിടെ വെയിലടിക്കുന്നത് അടച്ചിടുന്നത് അങ്ങനെ പറയത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റുന്നതാണെന്ന് വെച്ചാൽ അല്ല. പിന്നെ ഇലക്ട്രിക് വണ്ടികൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇലക്ട്രിക് വണ്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഇസഡ് ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഞാൻ MG കോമറ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ്, ഇപ്പോൾ എനിക്ക് വണ്ടി എടുക്കുന്നെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് സിറ്റിയിലാണല്ലോ ഓട്ടം. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഓക്കെ എന്നാൽ ഒന്നൊരു വണ്ടി നോക്കാമെന്ന് പറഞ്ഞാൽ MG കോമറ്റ് ഒന്ന് എടുത്ത് നോക്കാൻ പോയി. ഇറ്റ് ഫീൽസ് മോർ ലൈക്ക് എ ഗാഡ്ജറ്റ് ദാൻ എ കാർ, ബട്ട് ഇറ്റ്സ് ഗുഡ്. പവർഫുൾ ആണ്, സിറ്റിയിൽ എല്ലായിടത്തും കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരാളെ എയർപോർട്ടിൽ നിന്ന് ആരെയോ പിക്ക് ചെയ്തിട്ട് വരുന്നു, ഫുൾ ബാക്കിലെ സീറ്റ് മടക്കിയിട്ട് ഭയങ്കര കപ്പാസിറ്റി. നല്ലൊരു പോയിന്റ് കേട്ടോ. കാരണം ഇപ്പോഴത്തെ കാറുകൾ എന്ന് വെച്ചാൽ മോർ ദാൻ കാർ ഇറ്റ്സ് എ ഗാഡ്ജറ്റ്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. പിന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ഒരു ഐഫോണിന്റെ ഐപാഡിന്റെ അതുപോലെ ഒരു പ്രീമിയംനെസ്, ഒരു ഫിനിഷ് ഒക്കെ അവർ ഒരു ഫിനിഷ് ഉണ്ട് MGയുടെ പ്രൊഡക്ട്സ്. MGയുടെ നമ്മളിപ്പം ഇപ്പോൾ ടൊയോട്ടയുടെ വണ്ടിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അവർ ശരിയാണല്ലോ ലെതർ സീറ്റ്സ് കൊടുക്കുന്നുണ്ട്, മറ്റേ ലെതർ പാനൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് വരുന്ന ചെറിയ എലിമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങൾ, ഇതൊക്കെ MGയിലാണ് ഒരു ഓക്കെ നമുക്കിത് വൃത്തിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ഫിനിഷ് ചെയ്ത് വരുന്ന. എനിക്ക് പേഴ്സണലി ഞാൻ MGയിൽ കണ്ടേക്കുന്ന വണ്ടികളുള്ളതുകൊണ്ട് അല്ല, ഈ ചൈനീസ് പ്രൊഡക്ട്സിന്റെ ഒരു ഫിനിഷ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അതാണ് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് കാര്യമായിട്ട്. പക്ഷെ നമ്മളിപ്പം ടൊയോട്ടയുടെ വണ്ടിയിലൊക്കെ ചിലപ്പം കുറ്റമായിട്ട് പറയുന്നില്ല, ആ ഒരു ഫൈനൽ ടച്ച് ഉണ്ടല്ലോ, അത് പലപ്പോഴും മിസ്സിംഗ് ആയി. ഇപ്പൊ നമ്മുടെ സീറ്റ് ബെൽറ്റിന്റെ റിലയബിലിറ്റി മാത്രമാണ് അവർ നോക്കുന്നത്, അത്രേ വലിയ സംഭവമായിട്ട് അവർ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഹൈക്രോസ് ഉള്ള വണ്ടിയുടെ
അതിൻ്റെ ലോഡ് സെൻസേഴ്സും സീറ്റ് ബെൽറ്റ് സെൻസേഴ്സിൻ്റെ വയറൊക്കെ പുറകെ കൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ ഉണ്ട്. ഒരു ഫൈനൽ ടച്ച് അതിനകത്തില്ല. അപ്പം ഈ പഴയ മാരുതികളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ എന്താണ് ഇത് ഓടിക്കോളും, എത്ര കാലം ഓടും, ഒന്നും ഒരു തലവേദന ഒരിക്കലും. ഇനി ഇത് വിറ്റാലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പൈസ കിട്ടും. നമ്മൾ ചിലപ്പോൾ ഇപ്പം കൊച്ചിയിലല്ല, കുറച്ചൊക്കെ നമ്മളൊന്ന് ഔട്ട് സൈഡൊക്കെ പോകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തിടുമ്പം ചില ആൾക്കാരൊക്കെ ഒന്ന് 2 പേര് എൻ്റെ ലൈഫ് ടൈമിൽ 2 പേര് ഒന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വാസ് വെരി സർപ്രൈസ്ഡ്. നിങ്ങൾ ഈ വണ്ടി ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണോ എന്ന് നോക്കൂ. കാരണം വാഗണർ ജസ്റ്റ് എ ഫാമിലി കാർ, നത്തിങ് വെരി അട്രാക്റ്റീവ് അബൌട്ട് ഇറ്റ്. പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ സൗത്ത് കേരളയിലൊക്കെ ആൾക്കാർ ഇതിനെ ഓൾട്ടോ പ്രത്യേകിച്ചും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അവർ കൊണ്ടിട്ട എൻ്റെ അനിയനുണ്ട്. അപ്പോൾ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കും സിറ്റിക്ക് ഏറ്റവും പറ്റിയ ഒരു സീറ്റിംഗ് പൊസിഷൻ. അതെ, വാഗണറിന് ഇപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പം എൻ്റെ മറ്റ് പ്രായമുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രസ് ഈഗ്രസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഡോർ തുറന്നങ്ങ് കയറിയാൽ മതി. ഇപ്പം ഒരു ഡോക്ടറോട് സംസാരിച്ചപ്പം പുള്ളിയും ഈ വലിയ വണ്ടിയിലേക്ക് ചൂസ് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു സെഡാൻ വണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ വണ്ടി എന്ന് പറയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഡോർ തുറന്നിട്ട് ഒരു കാല് പുറത്ത് വെച്ച് പിന്നെ ആ ഒരൊറ്റ കാലിലാണ് ഫുൾ ബോഡിയുടെ വെയിറ്റും എടുക്കുന്നത്. അപ്പം അങ്ങനെ മുട്ടിനുള്ള പ്രശ്നം ഇതൊക്കെ വരുന്നതുകൊണ്ട് ഇതുപോലത്തെ സീറ്റിംഗ് അല്ലെങ്കിൽ SUV അങ്ങനത്തെ വണ്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് 2 കാലും പുറത്തിറക്കി വെച്ചിട്ട് ഇറങ്ങി വരാൻ. എപ്പോഴും നമ്മൾ പ്രായമായി വരുമ്പോൾ SUV-ലേക്ക് പോകുന്നത് തന്നെയാണ് എപ്പോഴും. ഇടയ്ക്ക് ഞാനൊന്ന് സ്കോർപിയോ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റി. അത് പക്ഷേ കുറച്ച് കൂടിപ്പോയി. മറ്റേ ലോറി കയറുന്ന പോലെ കൈ പിടിച്ചൊക്കെ കയറേണ്ട ഒരു അവസ്ഥ. എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര 25 വർഷം ആയി വാഗണർ. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ടൈംലെസ് ക്ലാസിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കേട്ടത് ഒരു ഹൈബ്രിഡ് വരാൻ പോകുന്നതാണ്. അത് ജപ്പാനിൽ വന്നിട്ടുണ്ട്. അത് 30 കിലോമീറ്റർ ആണ് മൈലേജ് പറയുന്നത്. അപ്പം ഗംഭീരമായിട്ട് പിള്ളേരൊക്കെ പഠിപ്പിച്ചു ഗ്ലോബലി പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ? നമുക്ക് ഇപ്പോൾ US-ലുണ്ട്, GCC കൺട്രീസ് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഇടയ്ക്ക് 2 പ്രാവശ്യം ഒന്ന് ന്യൂസിലൻഡ്, സിംഗപ്പൂർ അങ്ങനെ ഉണ്ടാകും. അപ്പം ടൈമിങ്ങിന്റെ പ്രോബ്ലവും നമുക്ക് പ്രശ്നം. നൈറ്റ് ഒക്കെ നമ്മൾ ഉണർന്നിരിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് US-ഉം GCC ആണ്. GCC ആകുമ്പോൾ രാത്രി, US ആകുമ്പോൾ രാവിലെ. ശരി, ഓക്കെ, സീ യു, ബൈ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഇപ്പോൾ കിയ സെൽറ്റോസ് ആണെന്നുള്ളതാണ്. ആരും അങ്ങനെ കുറ്റം പറയാനുള്ള സാധ്യതയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കാനുള്ളത് പ്രധാനമായിട്ട്. നമസ്കാരം. പേര് ശ്രീജിത്ത്. ഞാൻ ഗപ്ഷപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സെയിൽസ് ഹെഡ് ആണ്. കേരള ബിസിനസ് ആണ്. ആക്ച്വലി വി ആർ ഇൻ ടു കോൺവെർസേഷണൽ ക്ലൗഡ് കമ്മ്യൂണിക്കേഷൻ പ്രോഡക്ട്സ് ആണ് പറയുന്നത്. IT ആണ്. അതെ, പ്യൂർലി ഇന്ത്യൻ കമ്പനിയാണ്. മുംബൈയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതിൻ്റെ കേരള റീജിയനാണ് ഞാൻ ഹെഡ് ചെയ്യുന്നത്. സെയിൽസ് ആണ് ഹെഡ് ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലാണോ? ആക്ച്വലി വർക്ക് ഫ്രം ഹോം ആണ്. ബട്ട് എൻ്റെ ക്ലയൻസ് ഓൾ ഓവർ കേരളയാണ് ഉള്ളത്. സോ അതിൻ്റെ ആവശ്യം കൂടായിട്ടാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 3 months ആയിട്ടുള്ളൂ. 3 months ആയിട്ടുള്ളൂ. അപ്പോൾ ഇഷ്ടം പോലെ ഈ സെഗ്മെന്റിൽ ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പം ഉദാഹരണമായിട്ട് മറ്റേ ഹോണ്ട എലിവേറ്റർ ഉൾപ്പെടെയുള്ള വണ്ടികളൊക്കെ വന്നൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സെൽറ്റോസ് മതിയം തീരുമാനിച്ചത്? സെൽറ്റോസ് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ആക്ച്വലി ഞാനിതിൻ്റെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ യൂട്യൂബ് വീഡിയോ ഞാനിതിൽ യൂസ് ചെയ്തിരുന്നു ആക്ച്വലി. സോ ഞാൻ 4 വണ്ടി ഇതിനായിട്ട് നോക്കി. ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തത് അൾട്ടോ ആയിരുന്നു. അൾട്ടോ LX ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോകുമ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകുമ്പോൾ അത് 15 വർഷം യൂസ് ചെയ്തു. കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ ലാസ്റ്റ് മന്താണ് ഞാൻ അതിൻ്റെ റീടെസ്റ്റ് ചെയ്തത്. അത് കൊടുത്തിട്ടുമില്ല, അതിപ്പോഴും എൻ്റെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ഒരു അത്യാവശ്യം ഒരു സെമി പ്രീമിയം വണ്ടിയെങ്കിലും എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനൊരു കഴിഞ്ഞ 2 വർഷമായിട്ട് ആക്ച്വലി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. വിവിധ വണ്ടികൾ നോക്കുന്നുണ്ടായി. അപ്പം അതിൽ എലിവേറ്റ് നോക്കിയിട്ടുണ്ടായി, അതുപോലെ ക്രെട്ട, ടൈഗൂൺ, ദെൻ കുഷാക്ക്. അതുപോലെ 5ാമത്തെ വണ്ടിയാണ് ഞാൻ ഇത് നോക്കിയിരുന്നത്. ഇതിത്ര ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. 2 വർഷമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിലെല്ലാം നോക്കുമ്പോൾ ഇതിൻ്റെ ലുക്ക് വൈസും പിന്നെ അതിൻ്റെ ഒരു ഇൻറ്റീരിയറും എല്ലാം ക്വാളിറ്റി എല്ലാം നോക്കിയപ്പം എനിക്ക് കിയോടായിരുന്നു ഒരു താല്പര്യം. അത് കഴിഞ്ഞ 2 വർഷമായിട്ട്. പക്ഷേ ഇത്രയും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പൊതുവെ ജർമ്മൻ വണ്ടികൾ ഒരു താല്പര്യം വരേണ്ടതാണല്ലോ, അല്ലെങ്കിൽ യൂറോപ്യൻ. ബട്ട് ഫീച്ചർ വൈസ് നോക്കിയപ്പോഴത്തേന് അതെ, ഫീച്ചർ വൈസ് നോക്കുമ്പോൾ കുറേ കൂടെ ഫീച്ചേഴ്സും നോക്കിയപ്പോഴത്തേന് എനിക്ക് കിയോടാണ് ഒരു സെൽറ്റോസിനോടാണ് താല്പര്യം തോന്നിയത്. ഏത് വേരിയന്റ് ആണ്? ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വേരിയന്റ്, IVT വേരിയന്റ് ആണ്. അതെ അതെ. അപ്പം ഈ ഇത്രയും കാലം 15 വർഷത്തോളം മാനുവൽ ഓടിച്ചിട്ട് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോൾ ഉള്ള ഫീൽ എന്താണ്?
ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു അത് മാനുവൽ തന്നെ. ആദ്യം ഞാൻ മാനുവലാണ് ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് മാനുവൽ തന്നെ ആയിരുന്നു. അതായത് നമുക്ക് പൊതുവേ സ്പെഷ്യലി ആണുങ്ങൾക്ക് ഈ ഗിയർ ഇട്ട് വലിച്ചടിച്ച് പോകുന്നതാണല്ലോ ഒരു സുഖം. പിന്നീട് ഞാൻ 1-2 പേരോട് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് ഒരു IVT ട്രൈ ചെയ്യുന്നതായിരിക്കും, ഓട്ടോമാറ്റിക് നോക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സെഗ്മെൻറ്റിലാകുമ്പം കുറച്ചും കൂടെ സ്മൂത്ത് റണ്ണിങ്ങും എല്ലാം ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പം എനിക്കൊരു മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡ്രൈവ് അല്ലേ ഇപ്പം? വളരെ ഫ്രീ ആണ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു നിയർ 5000 കിലോമീറ്റർ ഈ 3 മാസത്തിനുള്ളിൽ ഞാൻ ഓടിച്ചു. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടോ? എന്തെങ്കിലും നെഗറ്റീവ് സോഫാർ എനിക്ക് ഇതിനകത്തൊന്നും ഇതുവരെ ഫീൽ ചെയ്ത് പറഞ്ഞല്ലോ 3 മാസമേ ആയിട്ടുള്ളൂ. പെട്ടെന്ന് പറയേണ്ടത് അത് ഇത്ര നേരം ആലോചിക്കുമ്പോഴേ അറിയാം നെഗറ്റീവ് ഒന്നും ഇല്ല. 5000 ഞാൻ പറഞ്ഞല്ലോ 5000 കിലോമീറ്റർ ഇതുവരെ ഓടി. ഇപ്പോൾ ഇതുവരെ ഓടിയതിൽ ഇതുവരെയും എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോസിറ്റീവ് എന്താ? പോസിറ്റീവ് ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉള്ളത് പറയാം, ലുക്ക് തന്നെയാണ് എൻ്റെ. സ്പെഷ്യലി ഒരു ബ്ലാക്ക് സെൽട്ടോസിൽ മീൻസ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ കണ്ടതിൽ. അവിടെ വെച്ചിട്ടാണ് ഈ പറഞ്ഞത് 2 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വണ്ടി റോഡ് എപ്പോൾ കണ്ടാലും ആ ഒരു റോഡ് പ്രസൻസ് എസ്പെഷ്യലി നൈറ്റ് ഒക്കെ പോകുകയാണെങ്കിൽ ഒരു ഈവനിങ് ടൈം ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലുക്ക് അവിടെയാണ് ശരിക്കും ഇത് ക്യാച്ച് ചെയ്തത്. ഈ വണ്ടി എന്നെ ഒരു 2 വർഷം മുമ്പ് ക്യാച്ച് ചെയ്തത്. അങ്ങനെയാണ് എൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് 2 വർഷം ഇതിന് പുറകിൽ ഞാൻ നോക്കിയിരുന്നു. കുറേ അധികം വീഡിയോസ്, ഇപ്പോൾ സാറിൻ്റെ ഉൾപ്പെടെ വീഡിയോസ് എനിക്ക് തോന്നുന്നത് ഇഞ്ചിയോൺ KL 2023 ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത്. ഓക്കെ, ഇപ്പം ഞാൻ അതിന് മുമ്പ് നോക്കിയത് അതും പ്രീവിയസ് വേർഷൻ ആയിരുന്നു. ഫേസ് ലിഫ്റ്റ് വന്ന ശേഷമാണ് പിന്നെ കുറച്ചും കൂടെ എൻ്റെ അട്രാക്റ്റീവായിട്ട് ഈ ഒരു എനിക്കൊന്ന് സാറിൻ്റെ ഭാഷ പറഞ്ഞ ഐസ് ക്യൂബ് ലൈറ്റ്സ് എല്ലാം അതിലേക്ക് വന്നു. അപ്പം അതിന് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു വണ്ടി. മൈലേജ് നോക്കി ഇപ്പം ആവറേജ് ഒരു 12-നടുത്താണ് കിട്ടിയിരിക്കുന്നത്. ലോങ് പോയിട്ട് ഇപ്പം 13 ഇതിൽ 13 പോയിന്റ് സംതിങ് ഇതിൽ കാണിക്കുന്നുണ്ട്. എക്സാക്ട് അതാണെന്ന് അറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഓൺ ആൻ ആവറേജ് ഒരു 12 കിലോമീറ്റർ പെർ. എനിക്ക് തോന്നുന്നു സർവീസുകളൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെയൊക്കെ ലോങ് ട്രിപ്പിലൊക്കെ കിട്ടും. ലോങ് ഞാൻ മന്ത്ലി വൺസ് എന്നാലും ലോങ് മീൻസ് എൻ്റെ നാട് അടൂരാണ്. അപ്പം ഒരു ഓൾമോസ്റ്റ് ഒരു 150 കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒരു 300 കിലോമീറ്റർ. അപ്പം അതിൽ കംഫർട്ടും അതായത് അൾട്ടോ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് സ്വർഗ്ഗമാണ് ആക്ച്വലി ഈ ഒരു വണ്ടി യൂസ് ചെയ്യാനായിട്ടും. നേരത്തെ അൾട്ടോ യൂസ് ചെയ്യുമ്പോൾ കാലിനൊക്കെ ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു, വന്ന് തുടങ്ങിയായിരുന്നു. ഇപ്പം ഞാനൊക്കെ എപ്പോഴും എല്ലാവരും ഉപദേശിക്കുന്നത് ഓട്ടോമാറ്റിക് എടുക്കണം. പക്ഷേ എല്ലാവരും പറയും അതൊരു രസമുണ്ടോ, ഹരമുണ്ടോ എന്നൊക്കെ. പക്ഷേ ഹരത്തിലൊക്കെ ഉപരി നമ്മുടെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ ഒരു സ്ട്രെയിനിൻ്റെ ഒരു 70% പോവും നമ്മൾ ഈ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ നല്ല പ്രായമായി വരുമ്പോൾ ഇടത്തേക്കാൾ സ്ഥിരം ക്ലച്ച് ചവിട്ടലും, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ. ഇന്നലെ ഞങ്ങളിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഓടിച്ചു വന്നതാണ് ഞാൻ ചാമക്കുടി. അത് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടി അല്ലായിരുന്നെങ്കിൽ എത്ര മണിക്കൂർ ആ ബ്ലോക്കിലേക്ക് കിടക്കുന്നതും ഒക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, കേരളത്തിൽ എവിടെയാണ് ഹരത്തോടുകൂടി ഓടിക്കാൻ പറ്റുന്ന മാനുവൽ? അതുകൊണ്ടല്ലോ അങ്ങനെ നോക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓട്ടോമാറ്റിക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വാങ്ങിയ സമയത്ത് ഇലക്ട്രിക് ഒന്നും നോക്കില്ല? ഇലക്ട്രിക് ഞാൻ നോക്കില്ല. അതിനോട് ഒരു താല്പര്യക്കുറവ് എന്താണ്? താല്പര്യക്കുറവ് അതൊരു ഇപ്പം ഒരു ന്യൂ സെഗ്മെന്റ് ആയിട്ട് വന്നതാണ്. ഇപ്പോൾ കുറച്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ. അതിന്റെ എന്താണ് ഫ്യൂച്ചർ എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അതൊന്ന് ലെറ്റ്സ് എന്നുള്ളത്. അപ്പം അതിന്റെ ബാറ്ററിയുടെയും കുറേയൊക്കെ ഇങ്ങനെ മാർക്കറ്റിൽ ഓരോ ന്യൂസ് ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഫ്യൂച്ചറില്ല. അപ്പം നെക്സ്റ്റ് വണ്ടി ഞാൻ നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഇലക്ട്രിക്കൽ ആ ടൈമിൽ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഇതിലെല്ലാം ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നോക്കും. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും നോക്കുന്നില്ല. അതുപോലെ പിന്നെ ഈ ചാർജിങ് സ്പീഡുകൾ കൂടണം, അങ്ങനെയുള്ള കുറേയധികം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് എന്തായാലും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല, ശരിക്കും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എത്ര രൂപ ഇതെടുത്തപ്പോൾ? ഇതിപ്പം ഓൺ റോഡ് വന്നപ്പോഴത്തേന് 21.5. 21.5 വർത്താണോ? 21.5 വർത്താണ്. ഇതിനടുത്ത GT ലൈൻ നോക്കിയിരുന്നു. അപ്പം അതിലും അഡാസ് ഫീച്ചറും ബാക്കിയുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ബോസ് സ്പീക്കർ, ദെൻ അഗൈൻ വെന്റിലേറ്റഡ് സീറ്റ്. അപ്പം അതിനകത്ത് അഡാസ് ഫീച്ചറാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഇതായിട്ടുള്ളത്. പക്ഷെ അത് സാറ് പറഞ്ഞ മാതിരി ഇന്ത്യൻ റോഡിൽ അത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നോക്കിയത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വണ്ടിയാണ് ഈ ഒരു IVT STX എന്നുള്ളൊരു മോഡൽ. ഒരു ഫാമിലിക്ക് ഏറ്റവും പറ്റുന്ന ഒരു വണ്ടിയാണ് എല്ലാ തരത്തിലും. ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി വണ്ടിയൊന്നുമല്ല, പക്ഷെ ഇഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സ് ഭയങ്കര ഒരു നമുക്ക് സ്നേഹം തോന്നുന്ന ഒരു വണ്ടിയാണ്. അതാണ് ഇതുവരെയും നെഗറ്റീവായിട്ട് എനിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത്. നെഗറ്റീവായിട്ട് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മൈലേജ് ഓഫ് കോഴ്സ് അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. അതായത് അൾട്ടോ യൂസ് ചെയ്ത ഒരാൾ ഇതിലേക്ക് വന്നപ്പോൾ അല്ല വേറൊരു കാര്യം, ഇപ്പം ഇന്ത്യ വരുന്ന വണ്ടികൾ നോക്കിയാൽ ഓൾട്ടോ കഴിഞ്ഞാൽ വലിയൊരു ഗ്യാപ്പാണ് മൈലേജിന്റെ കാര്യത്തിൽ. ഓൾട്ടോക്ക് നല്ല മൈലേജ് കിട്ടും. പിന്നെ ഏത് വണ്ടിയിലേക്ക് പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 12 സിറ്റിയിലും ഒരു 15-16 ഹൈവേയിൽ തന്നെയുള്ള ഈ ഒരു സെഗ്മെന്റിലെ വണ്ടികൾ കിട്ടാവുന്നത്. അതിൽ വലിയ
നെഗറ്റീവായിട്ട് അതിനെ കാണേണ്ട കാര്യമില്ല. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റഡി ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് കിട്ടാവുന്ന മൈലേജ് ഈ ഒരു 12-13 ആണെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ചോയ്സാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പ്രത്യേകിച്ച് ഓട്ടോയിൽ നിന്ന് ഒരു ഗ്രാജുവേറ്റ് ചെയ്ത് ഇതിലേക്ക് വന്നതിൽ യാതൊരു ബുദ്ധിമുട്ട് ഒരിക്കലും തോന്നാനുള്ള സാധ്യതയില്ല. അത്രയ്ക്ക് നല്ല വാഹനങ്ങളാണ് തീർച്ചയായിട്ടും കിയയുടെ വാഹനങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം കുഷാക്കോ അങ്ങനെയുള്ള വണ്ടിയൊക്കെ ഓടിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡ്രൈവബിലിറ്റി ഒരു രസം തോന്നിയേക്കാം. പക്ഷേ ഫീച്ചേഴ്സിൻ്റെ കക്ഷിയുടെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സർ. ബൈ. ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ. അപ്പോൾ ഇന്നത്തെ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ S സീരീസ് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടി മൈജി അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ എവിടെയും സമീപിക്കാം. നിങ്ങൾക്ക് ആദ്യമായി ബുക്ക് ചെയ്യുകയാണെങ്കിൽ 5000 രൂപയുടെ ഓഫേഴ്സാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആധുനികമായ, ഏറ്റവും കൂടുതൽ AI ഫീച്ചേഴ്സുള്ള, ഏറ്റവും മികച്ച ക്യാമറയുള്ള, ഏറ്റവും മികച്ച ഫീച്ചേഴ്സുള്ളൊരു ഫോൺ സ്വന്തമാക്കണമെങ്കിൽ ഇപ്പം ചെന്ന് ബുക്ക് ചെയ്യുക. 5000 രൂപയുടെ ഓഫേഴ്സ് നേടുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയ റാപ്പിഡ് ഫെയറുമായിട്ട് കാണാം. വീഡിയോ ഉണ്ടല്ലാതെ നന്ദി. ബൈ.